ഹലോ ഗൈസ്, വെൽക്കം ടു ഗസ്റ്റ് റണ്ടർ മൂവി മീഡിയ. ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന പടത്തിൻ്റെ പേര് റൈഫിൾ ക്ലബ് എന്നാണ് സിനിമയുടെ പേര്. പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ദിനേശ് ഭദ്രൻ, അനുരാഗ് കശ്യപ്, വിജയരാഘവൻ, പിന്നെ പ്രസാദ്, റംസാൻ, സാറ അർജുൻ, ദർശൻ രാജേന്ദ്രൻ, സുരേഷ് കൃഷ്ണ, വാണി വിശ്വനാഥ്, ഹനുമാൻ കൈൻഡി, വിനീത് കുമാർ എന്നിവരാണ് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആഷിഖ് അബു ആണ്. അദ്ദേഹം തന്നെയാണ് DOPയും പ്രൊഡ്യൂസും ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് റൊറക്സ് വിജയ് എന്ന് പറഞ്ഞൊരു പുതിയതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ആക്ഷൻ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുപ്രീം സുന്ദറാണ്. ആഫ്റ്റർ ബിഗ് ബ്രദർ എന്നാണ് എനിക്ക് തോന്നുന്നു. വേറെ ഏതും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് പറഞ്ഞതാണ്. പടം കണ്ടു ചോദിച്ചാൽ ഒരു ക്ലാസിക് ആക്ഷൻ ഫിലിം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വർഷം ഇറങ്ങിയതാണ്. ഈ വർഷം എന്നല്ല, കഴിഞ്ഞ വർഷം ഡിസംബറിൽ മാർക്കോൻ്റെ കൂടെ ഇറങ്ങിയതാണ്. പക്ഷേ എനിക്ക് വല്ല ഹൈപ്പ് ഉണ്ടാകുന്നില്ല. കാരണം ആഷിഖ് അബു എന്ന് പറയുന്ന ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് അത്ര വർക്കാവില്ല. ഇപ്പോൾ ഗാങ്സ്റ്റർ സിനിമ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ടത്. ഹൈപ്പ് കൊടുത്തിട്ട് അത് TV-യിൽ വന്നപ്പോൾ ഇരുന്ന് കണ്ടപ്പോൾ എനിക്ക് പൊളിഞ്ഞ് കയറിയിട്ടുണ്ട്. അതോടെ എനിക്ക് അങ്ങനെ സിനിമകളോട് വലിയ പ്രിയം തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇതിലൊരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ OTT വന്നപ്പോൾ OTT പോസിറ്റീവ് വന്ന് കേട്ടപ്പോഴാണ് ഇത് കണ്ടത്. പക്ഷെ അത് പൊളിപ്പാടമുണ്ട്. എൻ്റെ പൊന്നോ, പെർഫോമൻസ് വൈസ് സൂപ്പർബ് പാടം. എൻ്റെ പൊന്നോ, ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കുക. മസ്റ്റ് വാച്ച് മൂവി. കാണാത്തവരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കാണാം. നെറ്റ്ഫ്ലിക്സിലാണ് ഞാൻ കണ്ടത്. ഫ്രണ്ടിൻ്റെ നെറ്റ്ഫ്ലിക്സ് ആശിരിക്കുന്നത്. ഇന്ന് റീചാർജ് ചെയ്തവൻ, അതുകൊണ്ട്. പിന്നെ മ്യൂസിക് വോയിസ് സൂപ്പർ. പാട്ടാണെങ്കിലും BGM ആണെങ്കിലും വെക്കേണ്ട സ്ഥലത്ത് നിന്ന് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സാജനാണ്, അത് ആരാന്ന് എനിക്ക് അറിയണ്ട. പക്ഷെ എഡിറ്റിങ് സൂപ്പർ. DOP ആഷിഖ് അബു തന്നെയാണ്. അതായത് അങ്ങനെയുള്ള എന്താണ് ചെയ്യാൻ പറ്റണം അതുപോലെ അങ്ങനെ DOP ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞില്ല, അങ്ങനെ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാശ് അതുപോലെ 10 കോടിക്കാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. എത്ര ബോക്സ് ഓഫീസ് കളക്ഷൻ എത്ര എനിക്ക് അറിഞ്ഞൂടാ, സോറി. എന്തായാലും ഇത് ഹിറ്റായിട്ടുണ്ട്, ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കണം. അതിൻ്റെ റിട്ടേണൊക്കെ ഉള്ളതല്ല, ഭയങ്കര ഫസ്റ്റ് മലയാളപ്പടം. എന്തായാലും പൊളിച്ചിട്ടാ അതിൻ്റെ കിട്ടുക. വില്ലനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ സിനിമയുടെ ട്രെയിലറൊന്നും കണ്ടിട്ടില്ല, ആകെ പോസ്റ്റേഴ്സ് മാത്രമേ കണ്ടിട്ടുള്ളൂ. കണ്ടിട്ടുള്ള പരിചയത്തിൽ എൻ്റെയാണ്, അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ആക്ഷൻ കൊറിയോഗ്രാഫി സൂപ്പർ പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പുതിയൊരു അവതാരം കാണാൻ പറ്റി. ഇങ്ങനെ വിനീത് കുമാറിന് ഒരു പുതിയൊരു അവതാരം കാണാൻ പറ്റി. ആർ അർജുന എന്നൊക്കെ കാണുന്നത് മികായലിന് ശേഷമാണ് കാണുന്നത്. റംസാനെ ആണെങ്കിൽ മറ്റേ ഭീഷ്മപർവ്വത്തിൽ രതിപുഷ്പം കളിച്ചതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. ശേഷം കാണുകയാണ്. അവർക്കൊക്കെ ഒരു പുതിയൊരു ക്യാരക്ടർ പുതിയൊരു അവതാരം കൊടുപ്പിച്ച നമ്മുടെ ആഷിഖ് അബുവിന് സല്യൂട്ട്. എന്തായാലും കംബാക്ക് എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഒരു നാരദനും ഒരു നീലവെളിച്ചവും കാരണം അങ്ങേരി എയറിലായി കിടക്കുകയായിരുന്നു. അതിന് 2 പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് വേറെ കാര്യം. എന്തായാലും കംബാക്ക് എടുത്തിട്ടുണ്ട് ആള്. ഇനിയും ഇതേപോലത്തെ നല്ല പടങ്ങൾ നല്ല സ്ക്രീൻ പ്ലേയിലൂടെ എടുക്കട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ പറഞ്ഞത് പൊന്നമ്മ ബാബു ഉണ്ട് ഈ പടത്തിൽ. അവർ ആർക്ക് പറ്റാനുണ്ടാണ് അവരത് ചെയ്തിട്ടുണ്ട്. മാക്സിമം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ
എനിക്ക് പിന്നെ ഈ പടത്തിന് സ്റ്റോറി വൈസ് നോക്കുമ്പോൾ ഇതൊരു റിവെഞ്ച് മൂവിയാണ്. ഒന്നല്ല സ്റ്റോറി പറഞ്ഞ് സ്പോയിലർ ആക്കണില്ല, ചിലവർക്ക് സ്പോയിലർ എടുത്ത് തോന്നും. പക്ഷെ എനിക്ക് സ്റ്റോറി വൈസ് ആണെങ്കിലും സ്ക്രീൻ പ്ലേസ് ആണെങ്കിലും എന്തായാലും ഈ പടത്തിലൊരു നെഗറ്റീവ് പോലും ഇല്ല എന്ന് എനിക്ക് 100% പറയാൻ പറ്റും. ഈ പടത്തിൻ്റെ ദൈർഘ്യം 1 മണിക്കൂർ 52 മിനിറ്റാണ് ഈ സിനിമയുടെ ദൈർഘ്യം. പിന്നെ ആ ദൈർഘ്യത്തിൽ നല്ലൊരു പടം ചെയ്യാൻ വെച്ചാണ്ട് കുറച്ചും കൂടി ആക്കായിരുന്നു. മീൻസ് എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇതൊരു സോളോ റിലീസിന് ഇറക്കിയിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി എ മീൻസ് ഞാൻ ഉദ്ദേശിക്കണത് എന്താണെന്ന് വെച്ചാൽ സോളോ റിലീസ് ആയിരുന്നെങ്കിൽ ഇത് ബ്ലോക്ക് ബസ്റ്റർ അല്ല, ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആഷിക് കപൂറിൻ്റെ. അതെന്തിനോട്ട് എന്തായാലും പോസിറ്റീവ് റിവ്യൂ ആണ് കിട്ടിയത് പടത്തിന്. അത് ഇനിയുള്ള പടത്തിൽ ഇനി ഉള്ള പടങ്ങൾക്ക് ഇനി അങ്ങേർക്ക് പോസിറ്റീവ്, അങ്ങനെയുള്ള പടങ്ങൾക്ക് പോസിറ്റീവ് ഇട്ടോട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കണ്ടേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ, അത് നമുക്ക് സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ബൈ, ഡെൽറ്റ വിസ്കസ്.